മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് +2 ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രത്യുൽപാദനമാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ മുതലേക്ക് കേൾക്കുന്ന ഒരു ടോപ്പിക്കാണ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദനം എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിനെ കൂടി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. ഇപ്പോൾ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദനം എന്ന് പറയുമ്പോൾ ഓരോ ജീവജാലങ്ങളുടെയും കണ്ടിന്യൂയിറ്റിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് തുടർച്ച. നമ്മുടെ ലൈഫ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, ഈ തുടർച്ച ഉണ്ടാവണമെങ്കിൽ നമുക്ക് റീപ്രൊഡക്ഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഒരു ലൈഫ് നിലനിൽക്കണമെങ്കിൽ, അതുപോലെ തന്നെ ഒരു ജീവൻ നിലനിൽക്കണമെങ്കിൽ ഈ പ്രോസസ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ ഒരു ഓർഗാനിസത്തിന്, ഒരു ജീവിക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഓർഗാനിസം സക്സസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ വാസ്റ്റായിട്ടുള്ള ഒരു പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഹ്യൂമൻ റീപ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. കുറച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നുള്ള ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും വരുന്നത് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ്. അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്, അതിൽ പാർട്സ്, അതിൻ്റെ പ്രോസസ്സുകൾ എന്തൊക്കെയായാലും വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നോക്കുന്നത്. അപ്പോൾ ഈ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് റീപ്രൊഡക്ഷനെ ജനറലായിട്ട് നമുക്കൊന്ന് കുറച്ച് ഈവൻറ്റുകളായിട്ട്, ഘട്ടങ്ങളായിട്ട് നമുക്ക് വേണമെങ്കിൽ തരംതിരിക്കാവുന്നതാണ്. അപ്പോൾ ആ ഘട്ടങ്ങളിലൂടെ മാത്രമേ ഏതൊരു മാമൽസിൻ്റെയും റീപ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ മാമൽസിൻ്റെ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും ഘട്ടങ്ങൾ അതിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ ആ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അതിൽ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ആണ് ഗാമറ്റോജെനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഫസ്റ്റ് ഇവൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് ഗാമറ്റോജെനസിസ് എന്ന് പറയുന്ന ഇവൻ്റാണ്. അപ്പോൾ ഗാമറ്റോജെനസിസ് എന്ന് പറയുമ്പോൾ ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗ്യാമറ്റിൻ്റെ ഫോർമേഷനെയാണ് ഗാമറ്റോജെനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജനറലായിട്ട് ഇങ്ങനെ ഗാമറ്റോജെനസിസ് എന്ന് പറയുമെങ്കിലും മെയിൽ ഗ്യാമറ്റും ഉണ്ട്, ഫീമെയിൽ ഗ്യാമറ്റും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സിനെ നമ്മൾ കളക്റ്റീവ്ലി നോൺ ആസ് ഗാമറ്റോജെനസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലാണ് നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഗാമറ്റോജെനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗ്യാമറ്റ് ഈസ് കോൾഡ് ഗാമറ്റോജെനസിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മെയിൽ ഗ്യാമറ്റും ഉണ്ട്, ഫീമെയിൽ ഗ്യാമറ്റും ഉണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മെയിൽ ഗ്യാമറ്റ് ആൾസോ കോൾഡ് സ്പേംസ്. അപ്പോൾ ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗ്യാമറ്റ് ഈസ് കോൾഡ് ഗാമറ്റോജെനസിസ്. മെയിൽ ഗ്യാമറ്റ് ഈസ് കോൾഡ് സ്പേംസ്, ഫീമെയിൽ ഗ്യാമറ്റ് ഓവം ഓർ എഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഗ്യാമറ്റിൻ്റെയും ഫോർമേഷനെ നമ്മൾ ഈസ് കളക്റ്റീവ്ലി നോൺ ആസ് ഗാമറ്റോജെനസിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഗാമറ്റോജെനസിസ് എന്ന് പറയുന്ന ഈ പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ്റെ ഫസ്റ്റ് ഇവൻ്റായിട്ട് പറയുന്നത്. അപ്പോൾ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഗ്യാമറ്റ് വളരെ അത്യാവശ്യമാണ്. ഗ്യാമറ്റ്, ദർ ആർ 2 types ഓഫ് ഗ്യാമറ്റ്, മെയിൽ ഗ്യാമറ്റ് ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ്. മെയിൽ ഗ്യാമറ്റ് ഈസ് കോൾഡ് സ്പേം, ഫീമെയിൽ ഗ്യാമറ്റ് ഈസ് കോൾഡ് ഓവം ഓർ എഗ്. ഈ രണ്ട് ഗ്യാമറ്റിൻ്റെയും ഫോർമേഷനെ വിച്ച് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ഗാമറ്റോജെനസിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ റീപ്രൊഡക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈവൻ്റ്, ഒരു ഘട്ടമാണ് ഗാമറ്റോജെനസിസ് എന്ന് പറയുന്ന ഈ ഒരു ഈവൻ്റ്. അപ്പോൾ ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗ്യാമറ്റ് ഈസ് കോൾഡ് ഗാമറ്റോജെനസിസ്. ഇപ്പോൾ ഗ്യാമറ്റ് ഉണ്ടായെങ്കിൽ മാത്രമേ അവിടെ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദനം എന്നുള്ള പ്രോസസ്സ് നടക്കുന്നുള്ളൂ. അപ്പോൾ ആ പ്രോസസ്സിൻ്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗാമറ്റോജെനസിസ് ആണ്. അപ്പോൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ മാമൽസിൻ്റെ ആണെങ്കിലും ഏതൊരു ജീവിയുടെയും റീപ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗാമറ്റോജെനസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ ഗാമറ്റോജെനസിസ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് മെയിൽ ഗ്യാമറ്റ് ആൻഡ് ഫോർമേഷൻ ഓഫ് ഫീമെയിൽ ഗ്യാമറ്റ്. മെയിൽ ഗ്യാമറ്റ് ഈസ് കോൾഡ് സ്പേം, ഫീമെയിൽ ഗ്യാമറ്റ് ഈസ് കോൾഡ് ഓവം ഓർ എഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ വിച്ച് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ഗാമറ്റോജെനസിസ്. അപ്പോൾ സെക്കൻഡ് ഈവൻ്റ് ആണ് ഇൻസെമിനേഷൻ. അപ്പോൾ റീപ്രൊഡക്ഷൻ്റെ സെക്കൻഡ് ഈവൻ്റ് എന്ന് പറയുന്നത് ഇൻസെമിനേഷനാണ്. അപ്പോൾ ഗ്യാമറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാമറ്റ് ഫീമെയിൽ ട്രാക്റ്റിലേക്ക് എത്തിച്ചേരണം. അപ്പോൾ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇൻസെമിനേഷൻ എന്നാണ് പറയുന്നത്. ദ ട്രാൻസ്ഫർ ഓഫ് മെയിൽ ഗ്യാമറ്റ് ഇൻ ടു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റ് ഈസ് കോൾഡ്
ഇൻസെമിനേഷൻ. അപ്പോൾ മെയിൽ ഗ്യാമറ്റ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് എത്തിച്ചേരുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇൻസെമിനേഷൻ. അപ്പോൾ ഇത് എന്താണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ സെക്കൻഡ് ഈവൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഈവൻ്റ് എന്ന് പറയുന്നത് ഗ്യാമറ്റോജെനസിസും സെക്കൻഡ് ഈവൻ്റ് എന്ന് പറയുന്നത് ഇൻസെമിനേഷനാണ്. അതായത് ദ ട്രാൻസ്ഫർ ഓഫ് മെയിൽ ഗ്യാമറ്റ് ഇൻ ടു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റ് ഈസ് കോൾഡ് ഇൻസെമിനേഷൻ. അപ്പോൾ മെയിൽ ഗ്യാമറ്റ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് എത്തിച്ചേരുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇൻസെമിനേഷൻ. ദെൻ ഇൻസെമിനേഷന് ശേഷം ഇപ്പോൾ മെയിൽ ഗ്യാമറ്റും ഫീമെയിൽ ഗ്യാമറ്റും പരസ്പരം അടുത്തെത്തുന്നു. ദെൻ അവിടെ നെക്സ്റ്റ് ഈവൻ്റ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടായിരിക്കും ഫെർട്ടിലൈസേഷൻ എന്നുള്ള പ്രോസസ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ് ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫെർട്ടിലൈസേഷൻ ആണ് തേർഡ് ഇവൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് ഇവൻ്റ് ഗ്യാമറ്റോജെനസിസ്, സെക്കൻഡ് ഇൻസെമിനേഷൻ, തേർഡ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ മീൻസ് ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ് ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ എന്നാണ് പറയുന്നത്. മെയിലും ഫീമെയിൽ ഗ്യാമറ്റ് ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ ഫെർട്ടിലൈസേഷന് ശേഷം സിംഗിൾ സെൽഡ് ഫോം ആയിട്ടുള്ള സൈഗോട്ട് ഫോർമേഷൻ നടക്കുക ചെയ്യുന്നത്. ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സൈഗോട്ട് എന്ന് പറയുന്നത് സിംഗിൾ സെല്ല് സ്റ്റേജ് ആണെന്ന് അറിയാം. അപ്പോൾ ഈ സിംഗിൾ സെല്ല് സ്റ്റേജ് ആയിട്ടുള്ള സൈഗോട്ടിൻ്റെ ഫോർമേഷൻ നടക്കുന്നത് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ആണ്. അപ്പോൾ ഫെർട്ടിലൈസേഷന് ശേഷം ഉണ്ടാകുന്ന നെക്സ്റ്റ് പ്രോസസ്സാണ് സൈഗോട്ട് ഫോർമേഷൻ. സൈഗോട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിംഗിൾ സെൽഡ് സ്റ്റേജ് ആണ്. ഈ സിംഗിൾ സെൽഡ് സ്റ്റേജ് ആയിട്ടുള്ള സൈഗോട്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. അണ്ടർഗോ ഡിവിഷൻ ടു ഫോം എ ക്ലസ്റ്റർ ഓഫ് സെൽസ് എന്നാണ് പറയുക. അതിനെ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ത് ചെയ്യുന്നു? ദെൻ യൂട്രൈൻ വാളിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ ആ അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ഫോർത്ത് ഇവൻ്റ് ആയിട്ട് പറയുന്നത് ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഫെർട്ടിലൈസേഷന് ശേഷം സൈഗോട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ട് ദെൻ ഡിവൈഡ് ചെയ്യുന്നു. ക്ലസ്റ്റർ ഓഫ് സെൽസ് ഫോം ചെയ്യുന്നു. ദിസ് ക്ലസ്റ്റർ ഓഫ് സെൽസ് ഈസ് കോൾഡ് ബ്ലാസ്റ്റോസിസ്റ്റ് എന്നാണ് പറയുക. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ചെന്നിട്ട് യൂട്രൈൻ വാളിൽ അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ എന്നാണ് പറയുന്നത്. ദ അറ്റാച്ച്മെൻറ്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് ഇൻ ടു യൂട്രൈൻ വാൾ ഈസ് കോൾഡ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് ദ ഫോർത്ത് ഈവൻ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ്റെ ഫോർത്ത് ഈവൻ്റ് എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ ആണ്. അപ്പോൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് അറ്റാച്ച്മെൻറ്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് ഇൻ ടു യൂട്രൈൻ വാളിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്ന ബ്ലാസ്റ്റോസിസ്റ്റ് ചെന്ന് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇംപ്ലാന്റേഷന് ശേഷം അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റിന് ശേഷം എന്ത് ചെയ്യുന്നു? എംബ്രിയോണിക് ഡെവലപ്മെൻ്റ് ആണ് നടക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് പിന്നീട് അണ്ടർഗോ ഡിവിഷൻ ടു ഫോം എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. ആ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിനെ പറയുന്ന പേരാണ് ജസ്റ്റേഷൻ. അപ്പോൾ ദിസ് ഈസ് ദ ഫിഫ്ത്ത് ഇവൻ്റ് ദറ്റ് ഈസ് കോൾഡ് ജസ്റ്റേഷൻ. എംബ്രിയോണിക് ഡെവലപ്മെൻ്റ് ആണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. ദ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ഈസ് കോൾഡ് ജസ്റ്റേഷൻ പീരീഡ് ആണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റേഷൻ പീരീഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് സിക്സ്ത് ഇവൻ്റ് ആയിട്ടുള്ള പാർച്ചുരിഷൻ എന്ന പ്രോസസ്സ് നടക്കുക ചെയ്യുന്നത്. പാർച്ചുരേഷൻ മീൻസ് ഡെലിവറി ഓഫ് ദ ബേബി ഈസ് കോൾഡ് പാർച്ചുരേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സിക്സ്ത് ഇവൻ്റ് ആണ് പാർച്ചുരേഷൻ. അപ്പോൾ ജസ്റ്റേഷന് ശേഷം ഡെലിവറി നടക്കുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് പാർച്ചുരേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് റീപ്രൊഡക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈവൻറ്റുകൾ എന്ന് പറയുന്നത്. ഇത്രയും ഈവൻറ്റുകളാണുള്ളത്. അപ്പോൾ ഇത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ റീപ്രൊഡക്ഷനുമായി ബേസ് ചെയ്തിട്ടുള്ള ഈവൻറ്റുകളാണ് ഇത്രയും നമ്മൾ പറഞ്ഞത്. മിക്കവാറും മാമൽസിൻ്റെ എല്ലാം റീപ്രൊഡക്റ്റീവ് ഈവൻറ്റ്സ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ചില ഓർഗാനിസത്തിൽ വരുന്നുള്ളൂ. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഈവൻസിലാണ് നമ്മളിപ്പോൾ ഇവിടെ മനസ്സിലാക്കിയത്. ഫസ്റ്റ് ഈവൻ്റ് എന്ന് പറയുന്നത് ഗ്യാമറ്റോജെനസിസ് എന്ന് പറയുന്ന ഈവൻ്റാണ്. അപ്പോൾ ഏതൊരു റീപ്രൊഡക്ഷൻ്റെയും സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഗ്യാമറ്റ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഗ്യാമറ്റ് ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ അവിടെ റീപ്രൊഡക്ഷൻ നടക്കുന്നുള്ളൂ. അപ്പോൾ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഗ്യാമറ്റോജെനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണം. ഈ ഗ്യാമറ്റോജെനസിസ് മെയിൽ ഗ്യാമറ്റിൻ്റെ ഫോർമേഷൻ ആവാം, ഫീമെയിൽ ഗ്യാമറ്റിൻ്റെ ഫോർമേഷൻ ആവാം. അപ്പോൾ അതിന് വിച്ച് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ഗ്യാമറ്റോജെനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ റീപ്രൊഡക്ഷൻ്റെ ഏറ്റവും ഫസ്റ്റ് ഇവൻ്റ് എന്ന് പറയുന്നത് ഗ്യാമറ്റോജെനസിസ് ആണ്. അപ്പോൾ there are two types of gamete, male gamete and female gamete. Male gamete is called sperm, female gamete is called ovum or egg എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് ഗ്യാമറ്റിൻ്റെയും ഫോർമേഷനെ ഗ്യാമറ്റോജെനസിസ് എന്നാണ് പറയുന്നത്.
സെക്കൻഡ് ഈവൻ്റ് എന്ന് പറയുന്നത് ഇൻസെമിനേഷൻ എന്ന് പറയുന്ന ഈവൻ്റാണ്, ഒരു ഘട്ടമാണ്. അപ്പോൾ ഗ്യാമറ്റ് ഡെവലപ്പ് ചെയ്തു, ഈ ഗ്യാമറ്റ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് എത്തിച്ചേരണം. ആ ഈവൻറ്റിനെ പറയുന്ന പേരാണ് ഇൻസെമിനേഷൻ എന്നാണ് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് മെയിൽ ഗ്യാമറ്റ് ഇൻ ടു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഈസ് കോൾഡ് ഇൻസെമിനേഷൻ എന്നാണ് പറയുന്നത്. ദെൻ ഇൻസെമിനേഷന് ശേഷം ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഈവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ് ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. ദെൻ ഫോർത്ത് ഇവൻ്റ് എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ ആണ്. അപ്പോൾ ഫെർട്ടിലൈസേഷന് ശേഷം സൈഗോട്ട് ഫോം ചെയ്യുന്നു, സൈഗോട്ട് അണ്ടർഗോ ഡിവിഷൻ, എന്നിട്ട് ക്ലസ്റ്റർ ഓഫ് സെൽസ് അല്ലെങ്കിൽ മാസ് ഓഫ് സെൽസ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാസ് ഓഫ് സെൽസിനെ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നു. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ത് ചെയ്യുന്നു? യൂട്രൈൻ വാൾ പോയി അറ്റാച്ച് ചെയ്യുന്നു. ആ അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ എന്നാണ് പറയുന്നത്. ഇംപ്ലാന്റേഷൻ. അപ്പോൾ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ദ അറ്റാച്ച്മെൻറ്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് ഇൻ ടു ബ്ലാസ്റ്റോസിസ്റ്റ് ഇൻ ടു യൂട്രൈൻ വാൾ ചെന്നിട്ട് ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. ആഫ്റ്റർ ഇംപ്ലാന്റേഷൻ എന്ത് നടക്കുന്നു? എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് നടക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിനെ സ്റ്റേജിനെ പറയുന്ന പേരാണ് ജസ്റ്റേഷൻ എന്ന് പറയുന്നു. ജസ്റ്റേഷന് ശേഷം കംപ്ലീറ്റ് ഫുള്ളി ഗ്രോവ്ഡ് ബേബി പാർച്ചുറേഷൻ എന്നുള്ള പ്രോസസ്സിലൂടെ കമൗട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് പാർച്ചുറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ഡിഫറെൻറ്റ് റീപ്രൊഡക്റ്റീവ് ഈവൻസിലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഈ റീപ്രൊഡക്റ്റീവ് ഈവൻ്റ് എന്നുള്ള ഈ ടോപ്പിക്കിൽ പ്രധാനമായിട്ട് എക്സാമിന് ചോദിക്കുന്നത് എന്ന് പറയുന്നത് ഈ ഈവൻറ്റുകൾ കറക്റ്റ് ഓർഡറിൽ എഴുതാനായിട്ട് സാധാരണ ചോദിച്ചുകൊണ്ടുണ്ട്. പിന്നെ അതല്ലെങ്കിൽ ഈ ഈവൻറ്റുകൾ തന്നിട്ട് ഇടയിൽ സ്പേസ് ഇട്ടിട്ട് നമുക്ക് ബ്ലാങ്ക് ഇട്ടിട്ട് അത് ഫില്ല് ചെയ്യാനായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ കറക്റ്റായിട്ട് ഈ ഈവൻറ്റുകൾ ഓർഡറിൽ പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇടയിൽ നമുക്ക് ഫില്ല് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് മെയിനായിട്ട് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈവൻറ്റുകൾ കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിച്ചു വയ്ക്കുക. അതായത് ഗ്യാമറ്റോജനസിസ് കഴിഞ്ഞാൽ ഇൻസെമിനേഷൻ ആണെന്നും ഇൻസെമിനേഷൻ കഴിഞ്ഞിട്ട് ഫെർട്ടിലൈസേഷനാണ് വരുന്നതെന്നും അതേപോലെ തന്നെ ഇംപ്ലാന്റേഷൻ, ജസ്റ്റേഷൻ, പാർച്ചുറേഷൻ, ഇങ്ങനെ ഇത്തരം ഈവൻറ്റുകൾ കറക്റ്റ് ഓർഡറിൽ തന്നെ നമ്മൾ പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ എക്സാമിൽ ചോദിക്കും 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ഈ ഈവൻറ്റുകൾ ഓർഡറായിട്ട് എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. അതല്ലെങ്കിൽ ഈവൻറ്റുകൾ തന്നിട്ട് ഇടയിൽ ബ്ലാങ്ക് ഇട്ടിട്ട് നമ്മളോർത്ത് അത് എടുത്തെഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ടേമുകൾ നമ്മൾ ഓർത്ത് വയ്ക്കുന്നതോടൊപ്പം തന്നെ ഈ സൈഗോട്ട് അതുപോലെ തന്നെ ബ്ലാസ്റ്റോസിസ്റ്റ് പറയുന്ന ടേമുകൾ നമ്മൾ ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ടേം ഏത് ഇവൻറ്റിലാണ് വരുന്നത് എന്നത് എക്സാമിന് 1 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതായത് ഫെർട്ടിലൈസേഷൻ ശേഷം വരുന്നതാണ് സൈഗോട്ട് ഫോർമേഷൻ എന്നും സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ബ്ലാസ്റ്റോസിസ്റ്റ് ഫോർമേഷൻ നടക്കുന്നതെന്നും അതായത് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത് ക്ലസ്റ്റർ ഓഫ് സെൽസ് അല്ലെങ്കിൽ മാസ് ഓഫ് സെൽസ് ആണെന്നും ആ സെൽസ് എവിടെ ചെന്ന് യൂട്രൈൻ വാളിൽ ചെന്ന് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ഇംപ്ലാന്റേഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ഫോർമേഷൻ നടക്കുന്നത് ഫെർട്ടിലൈസേഷന് ശേഷമാണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട് ഏത് ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ എന്നുള്ള ഇവൻറ്റിന് ശേഷം വരുന്ന ഒരു ഫോമാണ് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന ആ ഫോർമേഷൻ. അതേപോലെ തന്നെ സൈഗോട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടാണ് ബ്ലാസ്റ്റോസിസ്റ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ സൈഗോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ച കാര്യമാണ്. സിംഗിൾ സെൽഡ് സ്റ്റേജ് ആണ് സൈഗോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈഗോട്ട് ഡിവൈഡ് ചെയ്യുന്നു, ആദ്യം 2 ആവുന്നു, 1 2 ആവുന്നു, 2 4 8 16 അങ്ങനെയാണ് ഡിവിഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ഡിവിഷൻ വന്നിട്ട് 16 സെല്ല് സ്റ്റേജ് എന്ന് പറയും. അത് നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ നടുവിലായിട്ട് നമ്മൾ പറയുന്നൊരു ടോപ്പിക്കാണ്. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ഒന്നും കൂടെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ 16 സെല്ല് സ്റ്റേജാണ് മോറുല എന്ന് പറയുന്ന സ്റ്റേജ്. അപ്പോൾ അതിന് തൊട്ട് മുന്നുള്ള ഒരു കണ്ടീഷൻ ഈ സ്റ്റേജാണ് ബ്ലാസ്റ്റോസിസ്റ്റ്, അതായത് 16 സെല്ലിന് തൊട്ട് മുന്നുള്ള കണ്ടീഷൻ. അപ്പോൾ ആ ബ്ലാസ്റ്റോസിസ്റ്റ് ഫോർമേഷൻ നടക്കുന്നത് സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ടാണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അത് ഏത് ഇവൻറ്റിലാണ് വരുന്നത്? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഇവൻറ്റിലാണ്. അപ്പോൾ ഈ ബ്ലാസ്റ്റോസിസ്റ്റാണ് പിന്നീട് എവിടെ ചെന്ന് അറ്റാച്ച് ചെയ്യുന്നത്? യൂട്രൈൻ വാളിൽ ചെന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ആ പ്രോസസ്സാണ് ഇംപ്ലാന്റേഷൻ. പിന്നെ ഇംപ്ലാന്റേഷൻ. അപ്പോൾ ഇത്തരം ഈവൻറ്റുകൾ ആ ടേമുകൾ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ ഈവൻറ്റുകൾ ഓർഡറായിട്ട് ഓർത്ത് വയ്ക്കുക. ഇടയിൽ നമുക്ക് ഫില്ല് ചെയ്യേണ്ടി വന്നാലും തെറ്റുകൂടാതെ എഴുതണമെങ്കിൽ നമ്മൾ കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിച്ചു വയ്ക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബ്ലാസ്റ്റോസിസ്റ്റും സൈഗോട്ടും ഏത് സ്റ്റേജിലുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്? ഫെർട്ടിലൈസേഷന് ശേഷം വരുന്ന 2 ടേമുകളാണ് സൈഗോട്ടും അതുപോലെ തന്നെ ബ്ലാസ്റ്റോസിസ്റ്റും എന്നുള്ള ഈ ടോപ്പിക്ക്. നമ്മൾ റീപ്രൊഡക്റ്റീവ് ഇവൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെ ഡിഫറെൻറ്റ് ഈവൻസുകൾ എന്തൊക്കെയാണെന്നും ആ ടേംസുകളൊക്കെ ഓർത്ത് വയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഓർഡറിൽ തന്നെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻവോൾവ്സ് എ പെയർ ഓഫ് ടെസ്റ്റിസ്, ഡക്റ്റ് സിസ്റ്റം, ഗ്ലാൻസ്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഇത്രയും മെയിൻ പോർഷൻസ് ആണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി പറയാം. ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻവോൾവ്സ് എ പെയർ ഓഫ് ടെസ്റ്റിസ്, ഒരു ജോഡി
വൃഷണങ്ങൾ അല്ലെങ്കിൽ ടെസ്റ്റിസ് ഉണ്ട്. അതുപോലെ തന്നെ ഡക്റ്റ് സിസ്റ്റം, ഒരുപാട് കുഴലുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഡക്റ്റ് സിസ്റ്റം എന്നുകൊണ്ട് പറയുന്നത്. ദെൻ എന്താണ് ഗ്ലാൻസ് വരുന്നുണ്ട്, ഒരു 3 ഗ്ലാൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. അപ്പോൾ ഇത്രയും പോർഷൻസാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണം. ഏതൊക്കെയാണ്? എ പെയർ ഓഫ് ടെസ്റ്റിസ്, ഒരു ജോഡി വൃഷണങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഈ സിസ്റ്റത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേം എന്ന് പറയുന്നത് ടെസ്റ്റിസ് എന്നുള്ള ഓർഗനാണ്. അപ്പോൾ എ പെയർ ഓഫ് ടെസ്റ്റിസ്, ഡക്റ്റ് സിസ്റ്റം, അതുപോലെ തന്നെ ഗ്ലാൻസ്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ. അപ്പോൾ ഇത്രയും പോർഷൻസാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ഇനി ഇവ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് എ പെയർ ഓഫ് ടെസ്റ്റിസ്. ഇപ്പോൾ മെയിൽസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ടെസ്റ്റിസ് തന്നെയാണ്. അപ്പോൾ ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ടെസ്റ്റിസ്, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്രൈമറി സെക്സ് ഓർഗൻ എന്നൂടെ പറയാറുണ്ട്. ഇപ്പോൾ ടെസ്റ്റിസ് ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് പ്രൈമറി സെക്സ് ഓർഗൻ. ഇപ്പോൾ ടെസ്റ്റിസിനെ മെയിൽസിൽ പ്രൈമറി സെക്സ് ഓർഗൻ എന്നൂടെ പറയാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയിൽസിൽ മെയിൽ ഗ്യാമറ്റിൻ്റെ ഫോർമേഷൻ, അല്ലെങ്കിൽ ആ മെയിൽ ഗ്യാമറ്റിൻ്റെ ഫോർമേഷൻ നടക്കുന്നത്, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ മെച്ചുറേഷൻ, ഡെവലപ്മെൻറ്റ് എല്ലാം നടക്കുന്നത് ടെസ്റ്റിസിനകത്താണ്. അപ്പോൾ ഇത് മെയിൽ ഗ്യാമറ്റായിട്ടുള്ള സ്പേംസിൻ്റെ ഫോർമേഷനും മെച്ചുറേഷനും നടക്കുന്ന ഒരു പാർട്സാണ് ടെസ്റ്റിസ് എന്ന് പറയുന്ന ഓർഗൻ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ടെസ്റ്റിസിനെ എന്ത് പറയുന്നത്? പ്രൈമറി മെയിൽ സെക്സ് ഓർഗൻ എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സാമിന് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഈ മെയിൽസ് പ്രൈമറി സെക്സ് ഓർഗൻ ഈസ് ഡാഷ് എന്ന് വെച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ മെയിൽ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെസ്റ്റിസ് ആണെന്ന് നമ്മൾ ഓർത്ത് വയ്ക്കണം. എന്തുകൊണ്ടാണ് ടെസ്റ്റിസിനെ മെയിൽ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത്? ഗ്യാമറ്റിൻ്റെ ഡെവലപ്മെൻറ്റ്, മെച്ചുറേഷൻ തുടങ്ങിയതെല്ലാം നടക്കുന്നത് എവിടെയാണ്? മെയിൽസിൽ, ടെസ്റ്റിസിനകത്താണ്. അതുകൊണ്ടാണ് മെയിൽസിൽ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ടെസ്റ്റിസ് ആണെന്ന് പറയുന്നത്. അപ്പോൾ എ പെയർ ഓഫ് ടെസ്റ്റിസ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കി. ടെസ്റ്റിസ് ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് പ്രൈമറി മെയിൽ സെക്സ് ഓർഗൻ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇത് നടക്കുന്നു, ഗ്യാമറ്റായിട്ടുള്ള സ്പേംസിൻ്റെ ഡെവലപ്മെൻറ്റ്, മെച്ചുറേഷനൊക്കെ നടക്കുന്ന ഒരു പാർട്ടാണ് ടെസ്റ്റിസ് എന്നായതുകൊണ്ടാണ് ഇതിനെ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത്. ഇനി ഈ ടെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഓവൽ ഗ്ലാൻഡുലാർ ബോഡിയാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ, ചിത്രത്തിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഓവൽ ഇൻ ഷേപ്പാണ്, ഒരു ഗ്ലാൻഡുലാർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓവൽ ഇൻ ഷേപ്പ്, അതുപോലെ തന്നെ ഓവൽ ഗ്ലാൻഡുലാർ ഇൻ ബോഡി. അപ്പോൾ ഈ ടെസ്റ്റിസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അബ്ഡോമിനിലെ, നമ്മുടെ അടിവയർ, അതായത് അബ്ഡോമൻ പോർഷനിൽ, പെൽവിക് റീജിയനിലെ അബ്ഡോമിനൽ പാർട്ടിലാണ് ഈ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ടെസ്റ്റിസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടെസ്റ്റിസ് ആർ ലൊക്കേറ്റ് ഇൻസൈഡ് എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ ദറ്റ് ഈസ് കാൾഡ് സ്ക്രോട്ടം എന്നാണ് പറയാം. സ്ക്രോട്ടം. അപ്പോൾ സ്ക്രോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ. അപ്പോൾ ഈ മെയിൽസിൽ പ്രൈമറി സെക്സ് ഓർഗൻ ആയിട്ടുള്ള ടെസ്റ്റിസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻസൈഡ് എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ ദറ്റ് ഈസ് കോൾഡ് സ്ക്രോട്ടം എന്ന് പറയുക. സ്ക്രോട്ടം. അപ്പോൾ സ്ക്രോട്ടം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സാക്ക് ലൈക്ക് സ്ട്രക്ചറാണ്, ഒരു സഞ്ചി പോലെയുള്ള ഒരു ഭാഗമാണ് സ്ക്രോട്ടം എന്ന് പറയുന്നത്. മെയിൽസിലെ അബ്ഡോമൻ, പെൽവിക് റീജിയനിലാണ് ഇത് പ്രധാനമായിട്ടും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്ക്രോട്ടത്തിനകത്ത് ഇത് ഈസ് എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെയൊക്കെ കുറഞ്ഞ ടെമ്പറേച്ചറിൽ മാത്രമേ മെയിൽ ഗ്യാമറ്റായിട്ടുള്ള സ്പേംസിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുള്ളൂ. അപ്പോൾ ആ ഒരു കുറഞ്ഞ ടെമ്പറേച്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്ക്രോട്ടൻ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ്, സ്ക്രോട്ടത്തിൻ്റെ ഫംഗ്ഷൻ അതാണ്. ഏകദേശം നമുക്കറിയാം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 37 ആണ്, 36.9, 37 എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചർ, അതായത് ഏകദേശം 2 to 2.5 എന്നാണ് പറയുന്നത്. അപ്പോൾ 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് ആക്കി നിലനിർത്തിയാൽ മാത്രമേ സ്പേംസിൻ്റെ ഫോർമേഷൻ അവിടെ നടക്കുന്നുള്ളൂ. അപ്പോൾ ആ ഫോർമേഷന് വേണ്ടിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്ക്രോട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടെസ്റ്റിസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻസൈഡ് ദ സാക്ക് ലൈക്ക് സ്ട്രക്ചർ ദാറ്റ് ഈസ് കോൾഡ് സ്ക്രോട്ടം. സ്ക്രോട്ടം എന്ത് ചെയ്യുന്നു? അവിടുത്തെ ടെമ്പറേച്ചർ 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് സ്ക്രോട്ടത്തിൻ്റെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ.
ഇനി ഇപ്പോൾ നമുക്കറിയാം ടെസ്റ്റിസ്, ഇപ്പോൾ ഈ ടെസ്റ്റിസിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് കമ്പാർട്ട്മെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ചിത്രത്തിൽ വരച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ടെസ്റ്റിസ് ആണ്, ഇത് രണ്ടും ടെസ്റ്റിസ് ആണ്. അപ്പോൾ ഇതിൽ ടെസ്റ്റിസിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇഷ്ടംപോലെ കമ്പാർട്ട്മെൻറ്റ്സുകൾ ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇറ്റ് ഇസ് അബൌട്ട് 250 കമ്പാർട്ട്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ടെസ്റ്റിസിനകത്ത് ഇൻസൈഡ് ദ ടെസ്റ്റിസ് കണ്ടെയ്ൻസ് ന്യൂമറസ് കമ്പാർട്ട്മെൻറ്റ്സ്. ഇറ്റ് ഇസ് അബൌട്ട് 250 കമ്പാർട്ട്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഏകദേശം ഒരു 250 കമ്പാർട്ട്മെൻറ്റ്സ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ കമ്പാർട്ട്മെൻറ്റ്സിനെ പറഞ്ഞ പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്നാണ് പറയാം. എന്താ പറയുക? ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. അപ്പോൾ ഇൻസൈഡ് ദ ടെസ്റ്റിസ് കണ്ടെയ്ൻസ് ന്യൂമറസ് മൈന്യൂട്ട് കമ്പാർട്ട്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഒരുപാട് വളരെ മൈന്യൂട്ടായിട്ടുള്ള കമ്പാർട്ട്മെൻറ്റ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇറ്റ് ഈസ് അബൌട്ട് 250 കമ്പാർട്ട്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 250 കമ്പാർട്ട്മെൻറ്റ്സിനെ പറയുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇൻസൈഡ് ദ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് കണ്ടെയ്ൻസ് ഹൈലി കോയിൽഡ് നെറ്റ്വർക്ക് ഓഫ് സ്ട്രക്ചർ. ഇതിനകത്ത് ഈ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിനകത്ത് വീണ്ടും ഹൈലി കോയിൽ ചെയ്തിട്ടുള്ള മൈന്യൂട്ടായിട്ടുള്ള ലോബ്യൂൾസ് കാണാൻ സാധിക്കും. ആ ലോബ്യൂൾസിനെ പറഞ്ഞ പേരാണ് സെമിനിഫെറസ് ട്യൂബ്യൂൾസ് എന്നാണ് പറയാം. എന്താ പറയുക? സെമിനിഫെറസ് ട്യൂബ്യൂൾസ്. അപ്പോൾ ഈ സെമിനിഫെറസ് ട്യൂബ്യൂൾസ് എവിടെ കാണുന്നത്? ഇൻസൈഡ് ദ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. അപ്പോൾ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിനകത്ത് ഹൈലി കോയിൽഡ് നെറ്റ്വർക്ക് ഓഫ് സ്ട്രക്ചർ ക്യാൻ ബി സീൻ, ദാറ്റ് ഈസ് കോൾഡ് സെമിനിഫെറസ് ട്യൂബ്യൂൾസ്. സെമിനിഫെറസ് ട്യൂബ്യൂൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സെമിനിഫെറസ് ട്യൂബ്യൂൾസ് എന്ന് പറഞ്ഞാൽ ഹൈലി കോയിൽഡ് സ്ട്രക്ചറാണ്. അത് എവിടെ കാണുന്നു? ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിനകത്താണ് കാണുന്നത്. അപ്പോൾ ഇൻസൈഡ് ദ ടെസ്റ്റിസ് കണ്ടെയ്ൻസ് ന്യൂമറസ് മൈന്യൂട്ട് കമ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇറ്റ് ഈസ് അബൌട്ട് 250 കമ്പാർട്ട്മെൻറ്റ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ കമ്പാർട്ട്മെൻറ്റ്സിനെ പറയുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്നാണ് പറയുക. അപ്പോൾ ഈ ടെസ്റ്റിനകത്ത് ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ക്രോസ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ന്യൂമറസ് മൈന്യൂട്ട് കമ്പാർട്ട്മെൻറ്റ്സ് കാണാൻ സാധിക്കും. ദിസ് മൈന്യൂട്ട് കമ്പാർട്ട്മെൻറ്റ്സ് ഈസ് കോൾഡ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്ന് പറയുന്നു. ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. അപ്പോൾ ഇൻസൈഡ് ദ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് കണ്ടെയ്ൻസ് ഹൈലി കോയിൽഡ് നെറ്റ്വർക്ക് ഓഫ് സ്ട്രക്ചർ, ദാറ്റ് ഈസ് കോൾഡ് സെമിനിഫെറസ് ട്യൂബ്യൂൾസ് എന്നാണ് പറയുന്നത്. ഇനി ഈ സെമിനിഫെറസ് ട്യൂബ്യൂൾസിന് ഇടയിലായിട്ട്, അതായത് അനദർ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് ക്യാൻ ബി സീൻ, ദാറ്റ് ഈസ് കോൾഡ് ഇൻഡസ്ട്രീഷ്യൽ സെൽസ്. ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓർ ലീഡിംഗ് സെൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ഈ ഒരു ടേം ഓർത്ത് വയ്ക്കുക. ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓർ ലീഡിംഗ് സെൽസ് എന്നാണ് പറയുന്നത്. അതായത് സെമിനിഫെറസ് ട്യൂബ്യൂൾസ് ഇൻസൈഡ് സെമിനിഫെറസ് ട്യൂബ്യൂൾസുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സെൽസ് ആണ് ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓർ ലീഡിംഗ് സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിനകത്ത് ഒരുപാട് മൈന്യൂട്ട് ഹൈലി കോയിൽഡ് നെറ്റ്വർക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. ആ നെറ്റ്വർക്ക് ഓഫ് സ്ട്രക്ചറിനെ പറഞ്ഞ പേരാണ് സെമിനിഫെറസ് ട്യൂബ്യൂൾസ് എന്ന് പറഞ്ഞു. ഇനി ഓരോ സെമിനിഫെറസ് ട്യൂബ്യൂൾസിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് പെർട്ടിക്കുലർ ആയിട്ടുള്ള എന്തുണ്ട്? സെൽസ് ഉണ്ട്. ആ സെൽസിനെ പറഞ്ഞ പേരാണെന്ത്? ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓർ ലീഡിംഗ് സെൽസ് എന്നാണ് പറയുന്നത്. എന്താ പറയുക? ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓർ ലീഡിംഗ് സെൽസ്. അപ്പോൾ ഈ ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓർ ലീഡിംഗ് സെൽസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ലീഡിംഗ് സെൽസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് വിച്ച് സെക്രീറ്റ് മെയിൽ സെക്സ് ഹോർമോൺ, ദാറ്റ് ഈസ് കോൾഡ് ആൻഡ്രോജൻ എന്നാ പറയാം. എന്താ പറയുക? ആൻഡ്രോജൻ. ആൻഡ്രോജൻ. അപ്പോൾ മെയിൽ സെക്സ് ഹോർമോൺ, ദാറ്റ് ഈസ് കോൾഡ് എന്ത് പറയുന്നു? ആൻഡ്രോജൻ എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് ആരെ സെക്രീറ്റ് ചെയ്യുന്നത്? ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓർ ലീഡിംഗ് സെൽസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഈ ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ലീഡിംഗ് സെൽസ് എവിടെ കാണുന്നത്? ഇൻ ബിറ്റ്വീൻ സെമിനിഫെറസ് ട്യൂബ്യൂൾസ്. അപ്പോൾ നമുക്കറിയാം ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിനകത്ത് ഇഷ്ടംപോലെ കമ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ഹൈലി കോയിൽഡ് നെറ്റ്വർക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. ദിസ് നെറ്റ്വർക്ക് ഓഫ് സ്ട്രക്ചർ ഈസ് കോൾഡ് സെമിനിഫെറസ് ട്യൂബ്യൂൾസ് എന്ന് പറയുന്നു. These seminiferous tubules which are separated by a particular type of cells, that is called interstitial cells or leading cells. അപ്പോൾ സെമിനിഫെറസ് ട്യൂബ്യൂൾസിനെ തമ്മിൽ പരസ്പരം സെപ്പറേറ്റ് ചെയ്യുന്ന സെൽസ് ആണ്, പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സെൽസ് ആണ് ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓർ ലീഡിംഗ് സെൽസ് എന്ന് പറയുന്നു. ഇനി ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓർ ലീഡിംഗ് സെൽസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ വിച്ച് സെക്രീറ്റ് മെയിൽ സെക്സ് ഹോർമോൺ, ദാറ്റ് ഈസ് കോൾഡ് ആൻഡ്രോജൻ എന്നാണ് പറയാം. ആൻഡ്രോജൻ, മെയിൽ സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രോജനെ സെക്രീറ്റ് ചെയ്യുന്ന ആരാണ്? ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓർ ലീഡിംഗ് സെൽസ്. അപ്പോൾ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ആൻഡ്രോജനെ സെക്രീറ്റ് ചെയ്യുന്ന സെല്ല് ഏതാ ചോദിക്കും. ഏത് സെല്ലാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓർ ലീഡിംഗ് സെല്ലാണ് ആൻഡ്രോജനെ സെക്രീറ്റ് ചെയ്യുന്നത്. അത് എവിടെ കാണപ്പെടുന്നത്? ഇൻ ബിറ്റ്വീൻ സെമിനിഫെറസ് ട്യൂബ്യൂൾസ്. അപ്പോൾ സെമിനിഫെറസ് ട്യൂബ്യൂൾസിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സെല്ലാണ് ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓർ ലീഡിംഗ് സെല്ല്. ഈ ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ലീഡിംഗ് സെല്ലാണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? മെയിൽ സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രോജൻ എന്ന് പറയുന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നു.
ഇനി ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഇറ്റ് ഈസ് ലൈൻഡ് ബൈ അനദർ 2 types ഓഫ് സെൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ ലൈൻ ചെയ്തിട്ട് വീണ്ടും 2 തരത്തിലുള്ള സെൽസ് വരുന്നുണ്ട്. ആ സെൽസാണ് സ്പെർമാറ്റോഗോണിയസ് സെൽസ്. ഒന്ന് സ്പെർമാറ്റോഗോണിയസ് സെൽസ്, 2 സെർട്ടോളി സെൽസ്. സെർട്ടോളി സെൽസ്, സ്പെർമാറ്റോഗോണിയസ് സെൽസ്, സെർട്ടോളി സെൽസ്. ഇപ്പോൾ 2 തരത്തിലുള്ള സെൽസാണ് എവിടെ കാണാൻ സാധിക്കുന്നത്? ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ ലൈൻ ചെയ്തിട്ട് കാണാൻ സാധിക്കുന്നത്. എവിടെ കാണാൻ സാധിക്കുന്നത്? സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ ലൈൻ ചെയ്തിട്ട് കാണുന്ന 2 തരത്തിലുള്ള സെല്ലാണ് ഇത് സ്പെർമാറ്റോഗോണിയസ് സെൽസ്. ഒന്ന് സ്പെർമാറ്റോഗോണിയസ് സെൽസ്, 2 സെർട്ടോളി സെൽസ്. സ്പെർമാറ്റോഗോണിയസ് സെൽസ് അതുപോലെ തന്നെ സെർട്ടോളി സെൽസ്. അപ്പോൾ 2 തരത്തിലുള്ള സെൽസാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്, ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ ലൈൻ ചെയ്തിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞത്? സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഇൻ ബിറ്റ്വീൻ ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ത് കാണാൻ സാധിക്കുന്നു? ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓർ ലീഡിങ് സെൽസ് കാണാൻ സാധിക്കുന്നു. ഇൻഡസ്ട്രീഷ്യൽ സെൽസ്, ലീഡിങ് സെൽസ് ആണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? മെയിൽ സെക്സ് ഹോർമോണായിട്ടുള്ള ആൻഡ്രോജനെ സെക്രീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പറഞ്ഞു എന്ത്? ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസ് വിച്ച് ആർ ആൾസോ ലൈൻഡ് ബൈ അനദർ 2 types ഓഫ് സെൽസ്, ദാറ്റ് ഈസ് കോൾഡ് സ്പെർമാറ്റോഗോണിയസ് സെൽസ് അതുപോലെ തന്നെ സെർട്ടോളി സെൽസ്. അപ്പോൾ ഇതിൽ ഈ സ്പെർമാറ്റോഗോണിയസ് സെൽസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ, സ്പെർമാറ്റോഗോണിയസ് സെൽസ് അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ. മിയോട്ടിക് ഡിവിഷന് വിധേയമാവുന്ന സ്പെർമാറ്റോഗോണിയസ് സെൽസ്, അതായത് റിഡക്ഷൻ ഡിവിഷൻ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. മിയോസിസും മൈറ്റോസിസും ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, എന്താണ് മിയോസിസ് എന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ എന്താണ്? സ്പെർമാറ്റോഗോണിയസ് സെൽസ് അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ, അതായത് മിയോട്ടിക് ഡിവിഷന് വിധേയമായിട്ട് ഹാപ്ലോയിഡ് സെല്ലായിട്ടുള്ള മെയിൽ ഗ്യാമറ്റ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്പെർമാറ്റോഗോണിയസ് സെൽസ് അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ ടു ഫോം മെയിൽ ഗ്യാമറ്റ്. മെയിൽ ഗ്യാമറ്റ് ഈസ് നോൺ ആസ് സ്പേം. സ്പേമിൻ്റെ ഫോർമേഷൻ അവിടെ നടക്കുക ചെയ്യുന്നത്. ദെൻ ഈ സെർട്ടോളി സെൽസ് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഉണ്ടായിട്ടുള്ള സ്പേംസിന് അല്ലെങ്കിൽ ഹാപ്ലോയിഡ് സെൽസിന് വേണ്ട ന്യൂട്രീഷൻസ് അല്ലെങ്കിൽ നറിഷ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഈ സെർട്ടോളി സെൽസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 സെൽസ് എവിടെ കാണാൻ സാധിക്കുന്നു? സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ ലൈൻ ചെയ്തിട്ട് കാണുന്ന 2 types ഓഫ് സെൽസാണ് സ്പെർമാറ്റോഗോണിയസ് സെൽസ് ആൻഡ് സെർട്ടോളി സെൽസ്. അപ്പോൾ ഇതിൽ സ്പെർമാറ്റോഗോണിയസ് സെൽസ് എന്ത് ചെയ്യുന്നു? അണ്ടർഗോ മൈറ്റോട്ടിക് ഡിവിഷൻസ് ടു ഫോം ഹാപ്ലോയിഡ് മെയിൽ ഗ്യാമറ്റ്, ദാറ്റ് ഈസ് കോൾഡ് സ്പേംസ് ഉണ്ടാവുക ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സ്പേംസിന് വേണ്ട നറിഷ്മെൻറ്റ് അല്ലെങ്കിൽ ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സെർട്ടോളി സെൽസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടെസ്റ്റിസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ടെസ്റ്റിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെയിൽസിൽ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ പാർട്ട് എന്ന് പറയുന്ന ടെസ്റ്റിസ് തന്നെയാണ്. എ പെയർ ഓഫ് ടെസ്റ്റിസ് ആണുള്ളത്. നമുക്ക് ഒരു ജോഡി വൃഷണങ്ങളാണുള്ളത്. അപ്പോൾ എ പെയർ ഓഫ് ടെസ്റ്റിസ് ഉണ്ട്. അപ്പോൾ ടെസ്റ്റിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ആൾസോ നോൺ ആസ്, നമുക്ക് നേരത്തെ പറഞ്ഞു, പ്രൈമറി സെക്സ് ഓർഗൻ എന്നാണ് പറയുക. ടെസ്റ്റിസ് ഇറ്റ് ഇസ് അതർവൈസ് നോൺ ആസ് പ്രൈമറി മെയിൽ പ്രൈമറി സെക്സ് ഓർഗൻ എന്നാണ് പറയുക. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് മെയിൽസിൽ മെയിൽ ഗ്യാമറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ഇൻസൈഡ് ദ ടെസ്റ്റിസിനകത്താണ് അതിൻ്റെ ഡെവലപ്മെൻറ്റും മെച്ചുറേഷനും എല്ലാം നടക്കുന്നത്. അപ്പോൾ സോ ടെസ്റ്റിസ് ആൾസോ കോൾഡ് പ്രൈമറി മെയിൽ സെക്സ് ഓർഗൻ എന്നാണ് പറയുന്നത്. ഇറ്റ് ഇസ് എ ഗ്ലാൻഡുലാർ ആണ്, അതുപോലെ തന്നെ ഓവലിൻ ഷേപ്പാണ്. നമുക്കറിയാം ചിത്രത്തിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഗ്ലാൻഡുലാർ ആണ്, ഓവലിൻ ഷേപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അബ്ഡോമൻ റീജിയനിൽ പെൽവിക് റീജിയനിലായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടെസ്റ്റിസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. സ്ക്രോട്ടം എന്ന് പറയുന്ന സാക്ക് ലൈക്ക് സ്ട്രക്ചറിനകത്താണ് ടെസ്റ്റിസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സാക്കിനകത്ത് ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രോട്ടം പ്രൊവൈഡ് ലോ ടെമ്പറേച്ചർ, നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ ലോ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്ക്രോട്ടത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. നമുക്കറിയാം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനേക്കാൾ ലോ ടെമ്പറേച്ചർ ആയിട്ടുള്ള 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ നിലനിർത്തുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ സ്ക്രോട്ടത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ടെസ്റ്റിസ് ലൊക്കേറ്റ് ഇൻസൈഡ് ദ സ്ക്രോട്ടം എന്ന് പറയുന്നത്. സ്ക്രോട്ടത്തിനകത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുക. അപ്പോൾ ടെസ്റ്റിസിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ്
മൈന്യൂട്ട് കമ്പാർട്ട്മെൻറ്റ്സ്, ഒരുപാട് കമ്പാർട്ട്മെൻറ്റ്സ് നമുക്ക് ചിത്രത്തിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻസൈഡ് ദ ടെസ്റ്റിസ് കണ്ടെയ്ൻ ന്യൂമറസ് മൈന്യൂട്ട് കമ്പാർട്ട്മെൻറ്റ്സ്. ഇറ്റ് ഈസ് അബൌട്ട് 250 കമ്പാർട്ട്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഏകദേശം ഒരു 250ഓളം കമ്പാർട്ട്മെൻറ്റ്സ് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അത്രയും മൈന്യൂട്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ആൾസോ നോൺ എസ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്നാണ് പറയുക. ഈ 250 കമ്പാർട്ട്മെൻറ്റ്സ് വിച്ച് ആർ കളക്റ്റീവ്ലി നോൺ എസ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് നമുക്കറിയാം കമ്പാർട്ട്മെൻറ്റ്സ് ആണ്, മൈന്യൂട്ട് കമ്പാർട്ട്മെൻറ്റ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് വീണ്ടും ഹൈലി കോയിൽഡ് നെറ്റ്വർക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. ആ നെറ്റ്വർക്ക് ഓഫ് സ്ട്രക്ചറിനെ പറഞ്ഞ പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. നേരത്തെ നമ്മൾ എഴുതിയിരുന്നു സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്നാണ് പറയാം. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസ് നകത്ത് അല്ലെങ്കിൽ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഇൻ ബിറ്റ്വീൻ ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ് അനദർ സ്ട്രക്ചർ ക്യാൻ ബി സീൻ ദാറ്റ് ഈസ് കോൾഡ് ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓർ ലീഡിങ് സെൽസ്. നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയിരുന്നു ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓർ ലീഡിങ് സെൽസ് എന്ന് പറയുന്ന സെൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇൻഡസ്ട്രീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലീഡിങ് സെൽസിൻ്റെ മെയിൻ ഫംഗ്ഷൻ മെയിൽ സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എക്സാമിന് എപ്പോഴും ചോദിച്ചു കണ്ടുന്ന ഒരു ക്വസ്റ്റൻ ആണ്, ആൻഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയിരുന്നു എന്താണ് ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓർ ലീഡിങ് സെൽസ് ആണ് ആൻഡ്രജനെ സെക്രീറ്റ് ചെയ്യുന്ന സെല്ല്. ഇനി ഇത് കൂടാതെ സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ എഗെയിൻ ലൈൻഡ് ബൈ അനദർ 2 ടൈപ്സ് ഓഫ് സെൽസ് ദാറ്റ് ഈസ് കോൾഡ് സ്പെർമാറ്റോഗോണിയൽ സെൽസ്, അതുപോലെ തന്നെ സെർട്ടോളി സെൽസ്. അപ്പോൾ സ്പെർമാറ്റോഗോണിയൽ സെൽസ് എന്താ ചെയ്യുന്നത്, അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷന് വിധേയമായിട്ട് മെയിൽ സെക്സ് ഗ്യാമറ്റ് ആയിട്ടുള്ള സ്പേംസിൻ്റെ ഫോർമേഷൻ നടക്കുക ചെയ്യുന്നു. മനസ്സിലാവുണ്ട്. അപ്പോൾ മെയിൽ ഗ്യാമറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് എവിടെ നിന്നാണ്, സ്പെർമാറ്റോഗോണിയൽ സെൽസ് ഡിവിഷന് മയോട്ടിക് ഡിവിഷന് വിധേയമായിട്ടാണ് മെയിൽ ഗ്യാമറ്റായിട്ടുള്ള സ്പേംസിൻ്റെ ഡെവലപ്മെൻറ്റ് അവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന മെയിൽ ഗ്യാമറ്റിന് ആവശ്യമുള്ള നറിഷ്മെൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ സെർട്ടോളി സെൽസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ടെസ്റ്റിസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ഡക്റ്റ് സിസ്റ്റത്തെക്കുറിച്ചാണ്. അപ്പോൾ ഡക്റ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരുപാട് കുഴലുകൾ, ഡക്റ്റ് മീൻസ് കുഴലുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് കുഴലുകൾ ഉള്ളതുകൊണ്ടാണ് ഇതിനെ ഡക്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞു മറ്റെന്താ പറയുക സ്പെർമാറ്റോഗോണിയൽ സെൽസ്, അതുപോലെ തന്നെ സെർട്ടോളി സെൽസ്, ഇതെല്ലാം ലൈൻ ചെയ്തിട്ട് എവിടെ കാണുന്ന സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ ലൈൻ ചെയ്തിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസ് എല്ലാം ജോയിൻ ചെയ്തിട്ട് ഒരു കനാൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ആ കനാൽ എന്ന് പറയുന്നത് റീഡ് ടെസ്റ്റീസ് എന്നാണ് പറയുക ആ കനാൽസിനെ. അപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആർ യുണൈറ്റഡ് ടുഗദർ ടു ഫോം എ കനാൽ ദാറ്റ് ഈസ് കോൾഡ് റീഡ് ടെസ്റ്റീസ്. റീഡ് ടെസ്റ്റീസ് എന്നാണ് പറയുക. ഈ റീഡ് ടെസ്റ്റീസ് എന്ന് പറയുന്നത് ഒരു ഡക്റ്റ് തന്നെയാണ്, ഒരു കുഴൽ തന്നെയാണ്. ആ റീഡ് ടെസ്റ്റീസ് ജോയിൻ ചെയ്തിട്ട് എവിടേക്ക് ജോയിൻ ചെയ്യുന്നു, എപ്പിഡിഡൈമിസ് എന്ന് പറയുന്ന ട്യൂബ്സിലേക്കാണ് അത് ജോയിൻ ചെയ്യുന്നത്. ഇതൊക്കെ ഹൈലി കോയിൽഡ് നെറ്റ്വർക്കായിട്ട് ഇതിനകത്ത് കിടക്കുകയാണ്. അപ്പോൾ ഈ റീഡ് ടെസ്റ്റീസിനേക്കാൾ കുറച്ചുകൂടെ വലുതാണ് ഇത് എപ്പിഡിഡൈമിസ്. അപ്പോൾ അങ്ങനെ ഈ എപ്പിഡിഡൈമിസ് പിന്നീട് ദെൻ എവിടേക്ക് വാസ എഫറൻഷ്യ എന്ന് പറയുന്ന അടുത്ത ഡക്റ്റിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ, വാസ എഫറൻഷ്യ എന്ന് പറയുന്ന നെക്സ്റ്റ് ഡക്റ്റിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ഈ വാസ എഫറൻഷ്യ പിന്നീട് വാസ് ഡെഫറൻസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ കുഴൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഏറ്റവും വലിയ കുഴലായിട്ടുള്ള അല്ലെങ്കിൽ ഡക്റ്റായിട്ടുള്ള വാസ് ഡെഫറൻസിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഈ വാസ് ഡെഫറൻസ് എന്ത് ചെയ്യുന്നു, അത് വിച്ച് പാസസ് ഓവർ ദ യൂറിനറി ബ്ലാഡർ. ഇതാണ് യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്നത്. യൂറിനറി ബ്ലാഡർ. അപ്പോൾ ഈ പാസസ് ഓവർ ദ യൂറിനറി ബ്ലാഡറിലൂടെ അത് പാസ് ചെയ്തിട്ട് എവിടേക്ക് ജോയിൻ ചെയ്യുന്നു, യുറീത്രയിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. മനസ്സിലാണ്ട്. അപ്പോൾ യുറീത്ര എന്ന് പറയുമ്പോൾ യുറീത്രയിലേക്ക് ജോയിൻ ചെയ്യുന്നു. യുറീത്ര എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലോങ് സ്ട്രൈറ്റ് ട്യൂബ് പോലെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. വിച്ച് കളക്ട് യൂറിൻ ഫ്രം യൂറിനറി ബ്ലാഡർ ആൻഡ് ഓപ്പൺസ് ഔട്ട് ടു എക്സ്റ്റീരിയർ. യുറീത്രയിലൂടെ അത് യൂറിനെ പുറന്തള്ളുന്ന ഒരു ലോങ് സ്ട്രൈറ്റ് ട്യൂബാണ് യുറീത്ര. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഡക്റ്റ് സിസ്റ്റത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഡക്റ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഹൈലി നെറ്റ്വർക്ക് ഓഫ് ഡക്ട്സ് തന്നെയാണ്, ഒരുപാട് ഡക്റ്റുകൾ കൂടിയിട്ടാണ് ഡക്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഡക്റ്റ് എന്ന് പറഞ്ഞാൽ കുഴലുകളാണ്, മൈന്യൂട്ട് ട്യൂബ്യൂൾസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഡക്റ്റ് സിസ്റ്റം എന്ന് പറയാൻ കാരണം. അപ്പോൾ നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞു സെമിനിഫറസ് ട്യൂബ്യൂൾസ് ടെസ്റ്റിസിനകത്തുണ്ട്, ഹൈലി കോയിൽഡ് നെറ്റ്വർക്ക് ഓഫ് സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസ് എല്ലാം കൂടി ചേർന്നിട്ട് ജോയിൻ ചെയ്തിട്ട് എന്താണ് യുണൈറ്റഡ് ടുഗദർ ടു ഫോം എ കനാൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കനാലിൻ്റെ പേരാണ് റീഡ് ടെസ്റ്റിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റീഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ട്യൂബ്യൂൾ തന്നെയാണ്, ഈ മൈന്യൂട്ട് ട്യൂബ്യൂൾ തന്നെയാണ്. ഈ റീഡ് ടെസ്റ്റ് എന്തിലേക്ക് ജോയിൻ ചെയ്യുന്നു, എപ്പിഡിഡൈമിസ് എന്ന് പറയുന്ന അനദർ ഡക്റ്റിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. എപ്പിഡിഡൈമിസ് പിന്നീട് വാസ എഫറൻഷ്യ എന്ന് പറയുന്ന
നെക്സ്റ്റ് ഡക്റ്റിലേക്ക് ജോയിൻ ചെയ്യുന്നു. വാസ എഫറൻഷ്യ പിന്നീട് വാസ് ഡെഫറൻസിലേക്ക് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ വാസ് ഡെഫറൻസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വലിയൊരു ട്യൂബായിട്ട് മാറി. ഈ വാസ് ഡെഫറൻസ് പാസസ് ഓവർ ദ യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡറിലൂടെ കടന്നിട്ട് എവിടേക്ക് അത് ജോയിൻ ചെയ്യുന്നു? യൂറീത്ര എന്ന് പറയുന്ന ഈ ലോങ് ട്യൂബിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ യൂറീത്രയുടെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇറ്റ് കളക്ട് യൂറിൻ ഫ്രം യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡറിൽ നിന്ന് യൂറിനെ കളക്ട് ചെയ്തിട്ട് അത് യൂറീത്ര വഴിയാണ് പുറത്തേക്ക് പുറന്തള്ളുന്നത്. അപ്പോൾ ആ ഒരു പോർഷനാണ് യൂറീത്ര എന്ന് പറയുന്ന പോർഷൻ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡക്റ്റ് സിസ്റ്റത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എക്സ്റ്റേണൽ ജെനിറ്റാലിയയുടെ പോർഷനാണ് നോക്കുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും പെനിസ് എന്ന് പറയുന്ന ഈ ഒരു പോർഷനാണ് എക്സ്റ്റേണൽ ജെനിറ്റാലിയയിൽ വരുന്നത്. മെയിൽസിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറഞ്ഞാൽ ഈ പെനിസാണ്. അപ്പോൾ പെനിസ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പോഞ്ചി എറക്റ്റൈൽ ടിഷ്യൂ കൊണ്ടാണ് അത് ഫോം ചെയ്തിരിക്കുന്നത്. വളരെ സ്പോഞ്ചി ആയിട്ടുള്ള എറക്റ്റൈൽ ആയിട്ടുള്ള ഒരു ടിഷ്യൂ കൊണ്ടാണ് അത് ഫോം ചെയ്തിരിക്കുന്നത്. ദ സ്വള്ളൻ ടിപ്പ് ഓഫ് ദ പെനിസ് ഈസ് കോൾഡ് ഗ്ലാൻസ് പെനിസ്. അതിൻ്റെ ഏറ്റവും ടിപ്പിലായിട്ടൊരു സ്വള്ളനായിട്ടുള്ള എൻഡ് ഉണ്ട്. ആ എൻഡിനെ പറഞ്ഞ പേരാണ് ഗ്ലാൻസ് പെനിസ് എന്നാണ് പറയുന്നത്. ഈ ഗ്ലാൻസ് പെനിസ് വിച്ച് ആർ കവേർഡ് ബൈ ഡബിൾ ഫോൾഡഡ് സ്കിൻ, ദാറ്റ് ഈസ് കോൾഡ് ഫോർ സ്കിൻ എന്ന് പറയും. അപ്പോൾ ഈ ഗ്ലാൻസ് പെനിസ് സ്വള്ളൻ ടിപ്പ് ഓഫ് ദ പെനിസ് എന്നാണ് ഗ്ലാൻസ് പെനിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്ലാൻസ് പെനിസിനെ കവർ ചെയ്തിട്ട് എന്താണ് ടു ഫോൾഡഡ് ഫോർ സ്കിൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്സ്റ്റേണൽ ജെനിറ്റാലിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമുക്കറിയാം ഒരു സെക്ഷൽ സ്റ്റിമുലേഷൻ വരുമ്പോൾ ഈ പെനിസ് എറക്റ്റൈൽ ആവുകയും വിച്ച് ആൾസോ ഹെൽപ്സ് ഇൻ ഇൻസെമിനേഷൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോർഷൻ കൂടിയാണ് ഇത് ഈ പെനിസ് എന്ന് പറയുന്ന പോർഷൻ. അപ്പോൾ ഇൻസെമിനേഷൻ എന്താ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് മെയിൽ ഗാമറ്റ് ഇൻ ടു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്, അതിനെയാണ് ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻസെമിനേഷൻ ഉള്ള പ്രോസസ്സിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ടാണ് പെനിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമുക്ക് സെക്ഷൽ സ്റ്റിമുലേഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ പെനിസ് എന്ന് പറയുന്ന പോർഷൻ എറക്റ്റൈൽ ആവുകയും ഇൻസെമിനേഷന് വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുകൂടിയാണ് നമ്മൾ ഈ ഒരു പാട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഇറ്റ് ഈസ് ആൾസോ കോൾഡ് പെനിസ് എന്നാണ് പറയുന്നത്. ദ സ്വള്ളൻ ടിപ്പ് ഓഫ് ദ പെനിസ് ഈസ് കോൾഡ് ഗ്ലാൻസ് പെനിസ് എന്ന് പറയുന്നു. ഈ ഗ്ലാൻസ് പെനിസിന് വിച്ച് ആർ കവേർഡ് ബൈ ഡബിൾ ഫോൾഡഡ് സ്കിൻ ഉണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് ഫോർ സ്കിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു സെക്ഷൽ സ്റ്റിമുലേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ പെനിസ് എറക്റ്റൈൽ ആവുകയും വിച്ച് ആൾസോ ഹെൽപ്സ് ഇൻ ഇൻസെമിനേഷൻ എന്ന പ്രോസസ്സിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇൻസെമിനേഷൻ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് എക്സ്റ്റേണൽ ജെനിറ്റാലിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ പറയുന്നത് ഗ്ലാൻസിനെ കുറിച്ചാണ്. അപ്പോൾ പ്രധാനമായിട്ടും 3 ഗ്ലാൻഡുകളാണുള്ളത്. ഇത്രയും ഗ്ലാൻസുകളാണ് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് വരുന്നത്. ഏതൊക്കെയാണ്? സെമിനൽ വെസിക്കിൾ വരുന്നുണ്ട്, പ്രോസ്റ്റേറ്റ്, അതുപോലെ തന്നെ ബൾബോ യൂറീത്രൽ ഗ്ലാൻഡ്. അപ്പോൾ ഇങ്ങനെ 3 ഗ്ലാൻഡാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഗ്ലാൻഡുകൾ ഓർത്ത് വയ്ക്കുക. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഗ്ലാൻഡുകൾ ഏതൊക്കെയാണ്. സെമിനൽ വെസിക്കിൾ മെയിൽ റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്രധാനമായിട്ടും സെമിനൽ വെസിക്കിൾ വരുന്നുണ്ട്. എ പെയർ ഓഫ് സെമിനൽ വെസിക്കിൾസാണ് വരുന്നത്. എ പെയർ ഓഫ് സെമിനൽ വെസിക്കിൾസ്, അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉണ്ട്, ബൾബോ യൂറീത്രൽ ഗ്ലാൻഡ്. അപ്പോൾ നമുക്കറിയാം ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായ സെക്രീഷൻസ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഇവരുടെ സെക്രീഷൻ, ഇപ്പോൾ ഗ്ലാൻഡ്സിൻ്റെ സെക്രീഷൻസ് പ്ലസ് സ്പേംസ്. ഈ ഗ്ലാൻഡ്സിൻ്റെ ഒക്കെ സെക്രീഷൻ along with the sperm. അപ്പോൾ ഗ്ലാൻഡ്സിൻ്റെ സെക്രീഷൻ along with the sperm is called semen എന്നാണ് പറയാം. എന്താ പറയുക? സെമൻ. ഗ്ലാൻഡ്സിൻ്റെ സെക്രീഷനും അതിനോടൊപ്പം തന്നെ സ്പേമും ഉണ്ടെങ്കിൽ അതിന് സെമൻ എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഗ്ലാൻഡ്സ്, മെയിൽ റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? സെമിനൽ വെസിക്കിൾസ് ഉണ്ട്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉണ്ട്, ബൾബോ യൂറീത്രൽ ഗ്ലാൻഡ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇതിന് മുന്നത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. ഇത് ഏതൊക്കെയാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഏതൊക്കെയാണ്? സെമിനൽ വെസിക്കിൾസ് വരുന്നുണ്ട്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് വരുന്നുണ്ട്, ബൾബോ യൂറീത്രൽ ഗ്ലാൻഡ്. അപ്പോൾ ഇത്രയും 3 ഗ്ലാൻഡാണ്. അപ്പോൾ ഇതിൽ പെയ്ഡ് കണ്ടീഷനായിട്ട് നിൽക്കുന്ന ഒരു ഗ്ലാൻഡാണ് സെമിനൽ വെസിക്കിൾസ്. അപ്പോൾ ഈ ഗ്ലാൻഡ്സിൻ്റെ സെക്രീഷൻ പ്ലസ് സ്പേംസ്. അപ്പോൾ സെക്രീഷൻസ് അലോങ് വിത്ത് സ്പേം ഈസ് കോൾഡ് സെമൻ എന്ന് പറയാം. അപ്പോൾ ഇത് കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കണം നിങ്ങൾ. സെക്രീഷൻ പ്ലസ് സ്പേംസ് ഈസ് കോൾഡ് സെമൻ. അപ്പോൾ ഇത്രയാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും ഇൻവോൾവ് ചെയ്യുന്ന പോർഷൻസ് എന്ന് പറയുന്നത് എ പെയർ ഓഫ് ടെസ്റ്റിസ്, ഒരു ജോഡി ടെസ്റ്റിസുകളുണ്ട്, അതുപോലെ തന്നെ എ പെയർ ഓഫ് ടെസ്റ്റിസ്, ദെൻ ഡക്റ്റ് സിസ്റ്റം, ഗ്ലാൻസ്, അതുപോലെ തന്നെ
എന്താ പറയുക ഗ്ലാൻസ്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ, ഇത്രയും പോർഷൻസാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് വരുന്നത്. അപ്പോൾ എ പെയർ ഓഫ് ടെസ്റ്റിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ജോഡി വൃഷണങ്ങളാണ് മെയിൽസിലുള്ളത്. ഇതിനെ മെയിൽ പ്രൈമറി സെക്സ് ഓർഗൻ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ സ്പേംസിൻ്റെ ഫോർമേഷൻ ഡെവലപ്മെൻറ്റ് എല്ലാം നടക്കുന്നത് ഇൻസൈഡ് ദ ടെസ്റ്റിസ്. സോ ഇറ്റ് ഇസ് ആൾസോ കോൾഡ് മെയിൽ പ്രൈമറി സെക്സ് ഓർഗൻ. ദെൻ ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് സ്ക്രോട്ടം എന്ന് പറയുന്ന സാക്ക് ലൈക്ക് സ്ട്രക്ചറിലാണ്. അപ്പോൾ അതിന് പേരുകൾ ഓർത്ത് വയ്ക്കുക. സ്ക്രോട്ടം എന്ന് പറയുന്ന സാക്ക് ലൈക്ക് സ്ട്രക്ചറിനകത്താണ് ഈ ടെസ്റ്റിസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്ക്രോട്ടത്തിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ലോ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഏകദേശം ഒരു 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ അവിടെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സ്ക്രോട്ടത്തിൻ്റെ മെയിനുള്ള ഫംഗ്ഷൻ. ദെൻ അതിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇൻസൈഡ് ദ ടെസ്റ്റിസ് ന്യൂമറസ് കമ്പാർട്ട്മെൻറ്റ്സ് ക്യാൻ ബി സീൻ. ദാറ്റ് ഈസ് കോൾഡ് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് എന്നാണ് പറയുന്നത്. എന്താ പറയുക? ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ്. അപ്പോൾ ഈ ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിനകത്ത് വീണ്ടും ഹൈലി കോയിൽഡ് നെറ്റ്വർക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്നാണ് പറയുക. സെമിനിഫറസ് ട്യൂബ്യൂൾസ്. അപ്പോൾ ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഇൻ ബിറ്റ്വീൻ ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ് എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സെൽസ് ക്യാൻ ബി സീൻ. ദാറ്റ് ഈസ് കോൾഡ് ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓർ ലീഡിംഗ് സെൽസ്. ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓർ ലീഡിംഗ് സെൽസ്. അപ്പോൾ ഈ ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ലീഡിംഗ് സെൽസ് ആണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? മെയിൽ സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ സെക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിൾ ചോദിക്കാറുണ്ട് ആൻഡ്രോജൻ സെക്രിയേറ്റ് ചെയ്യുന്ന സെൽ ഏതാ ചോദിക്കാറുണ്ട്. ഏതാ? ഇൻഡസ്ട്രീഷ്യൽ സെൽ ഓർ ലീഡിംഗ് സെല്ല്. അല്ലെങ്കിൽ ഈ ലീഡിംഗ് സെൽസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ സെൽസ് എവിടെയാണ് കാണുന്നത് ചോദിക്കാറുണ്ട്. ഇൻസൈഡ് ദ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദ സെമിനിഫറസ് ട്യൂബിൾസ്. സെമിനിഫറസ് ട്യൂബിൾസിന് ഇടയിലാണ് ഇൻഡസ്ട്രീഷ്യൽ സെല്ല് ഓർ ലീഡിംഗ് സെൽസ് കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല ഇത് എന്ത് സെക്രിയേറ്റ് ചെയ്യുന്നു? മെയിൽ സെക്സ് ഹോർമോണായിട്ടുള്ള ആൻഡ്രോജൻ സെക്രിയേറ്റ് ചെയ്യുന്നതും ആരാണ്? ലീഡിംഗ് സെൽസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ആണ്. ഇനി നമ്മൾ വേറെ രണ്ട് സെൽസ് കൂടെ നമ്മൾ മനസ്സിലാക്കി. ഏതൊക്കെയാണ്? സെമിനിഫറസ് ട്യൂബിൾസ് വിച്ച് ആർ കവേർഡ് വിച്ച് ആർ ലൈൻഡ് ബൈ അനദർ 2 types of cells, that is called spermatogonious cells, അതുപോലെ തന്നെ സെർട്ടോളി സെൽസ്. അപ്പോൾ ഇതിൽ ഈ സ്പെർമാറ്റോഗോണിയസ് സെൽസ് ആണ് എന്തായിട്ട് മാറുന്നത്? സ്പേം ആയിട്ട് മാറുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കണം. സ്പെർമാറ്റോഗോണിയസ് സെൽസ് ആണ് എന്തായിട്ട് മാറുന്നത്? സ്പേം ആയിട്ട് മാറുന്നത്. അപ്പോൾ സ്പെർമാറ്റോഗോണിയസ് സെൽസ് അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ ടു ഫോം ഹാപ്ലോയിഡ് മെയിൽ ഗ്യാമറ്റ്. ഹാപ്ലോയിഡ് മെയിൽ ഗ്യാമറ്റിൻ്റെ ഫോർമേഷൻ നടക്കുന്നത് എവിടെ നിന്നാണ്? സ്പെർമാറ്റോഗോണിയസ് സെൽസിന് ഡിവിഷന് വിധേയമായിട്ടാണ് ഹാപ്ലോയിഡ് മെയിൽ ഗ്യാമറ്റിൻ്റെ ഫോർമേഷൻ നടക്കുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന മെയിൽ ഗ്യാമറ്റിന് വേണ്ട നറിഷ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് സെർട്ടോളി സെൽസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പേംസിന് വേണ്ട നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? സെർട്ടോളി സെൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എവിടെ കാണാൻ സാധിക്കുന്നത്? സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ ലൈൻ ചെയ്ത് കാണുന്ന 2 സെൽസിൽ ഒന്നാണ് സെർട്ടോളി സെൽസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഡക്റ്റ് സിസ്റ്റത്തെക്കുറിച്ചാണ് നോക്കിയത്. ഡക്റ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരുപാട് ട്യൂബ്സുകളാണ് അതിൽ ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂൾസൊക്കെ ജോയിൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ഓഫ് ലീൽ കനാൽ സിസ്റ്റമാണ് ഇത് ഡക്റ്റ് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് ഇറിടെസ്റ്റിസ് എന്ന് പറയുന്ന ട്യൂബ്യൂളാണ്. ഇത് വളരെ മൈന്യൂട്ട് ട്യൂബ്യൂളാണ്. ഇറിടെസ്റ്റിസ് പിന്നീട് എവിടേക്ക് ഓപ്പൺ ചെയ്യുന്നു? എപ്പിഡൈമിസ് എന്ന് പറയുന്ന മൈന്യൂട്ട് ട്യൂബ്സിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ എപ്പിഡൈമിസ് പിന്നീട് വാസ എഫറൻഷ്യയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. വാസ എഫറൻഷ്യ ദെൻ വാസ് ഡെഫറൻസിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ആ വാസ് ഡെഫറൻസ് ഇവിടെ ഇറ്റ് പാസസ് ഓവർ ദ യൂറിനറി ബ്ലാഡ് ആൻഡ് എവിടേക്ക് ജോയിൻ ചെയ്യുന്നു? യുറീത്രയിലേക്ക് ജോയിൻ ചെയ്യുന്നു. യുറീത്ര എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ലോങ് സ്ട്രൈറ്റ് ട്യൂബാണ് വിച്ച് കളക്ട് യൂറിൻ ഫ്രം യൂറിനറി ബ്ലാഡ് ആൻഡ് ഓപ്പൺസ് ടു എക്സ്റ്റീരിയർ. പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു പോർഷൻ കൂടിയാണ് ഈ യുറീത്ര എന്ന് പറയുന്ന പോർഷൻ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് നോക്കിയത് എക്സ്റ്റേണൽ ജെനിറ്റാലിയെ കുറിച്ചാണ്. അപ്പോൾ എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഇറ്റ് ഇസ് അതർവൈസ് നോൺ എസ് പെനിസ് എന്നാണ് പറയുന്നത്. ദ സ്വെല്ലൻ ടിപ്പ് ഓഫ് ദ എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഇസ് കോൾഡ് ഗ്ലാൻഡ് പെനിസ് എന്ന് പറയുന്നു. ഗ്ലാൻഡ് പെനിസ്. അപ്പോൾ ഈ ഗ്ലാൻഡ് പെനിസിനെ കവർ ചെയ്തിട്ട് ഡബിൾ ഫോൾഡഡ് സ്കിൻ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഫോർ സ്കിൻ എന്നാണ് പറയുന്നത്. ഫോർ സ്കിൻ എന്ന് പറയുന്നു. പിന്നെ നമുക്ക് സെക്ഷൽ സ്റ്റിമുലേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ പെനിസ് എറക്റ്റൈൽ ആവുകയും അത് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? ഇൻസെമിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ദെൻ നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ഗ്ലാൻസുകളാണ് സെമിനൽ വെസിക്കിള്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ബൾബോ യൂറീത്രൽ ഗ്ലാൻഡ്. അങ്ങനെ 3 ഗ്ലാൻഡുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൽ പെയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് സെമിനൽ വെസിക്കിളാണ്. അപ്പോൾ ഈ ഗ്ലാൻസിൻ്റെ ഇതായ സെക്രീഷനും ഉണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ അലോങ് വിത്ത് ദർ സെക്രീഷൻ അതുപോലെ അലോങ് വിത്ത് സ്പേംസ്, ഇവരുടെ സെക്രീഷനും സ്പേംസും കൂടെ കൂടിച്ചേരുമ്പോഴാണ് സെമൻ എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്.